അപ്പോൾ നമ്മുടെ ഡേ 1 ഇവിടെ അങ്ങ് സ്റ്റാർട്ടാവുകയാണ്. ഇതോ നമ്മുടെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് പോണത്. നോക്കാം. ഇതാണ് എൻ്റെ സീറ്റ്. അങ്ങനെ ഡേ 1 ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ആകപ്പാടെ ചിലവായത് രാവിലെ ഒരു ചായ കുടിച്ചു ട്രിവാൻഡ്രത്തും ലാസ്റ്റായിട്ട്. അതിനുശേഷം നേരെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ചപ്പാത്തി കഴിച്ചു. പിന്നെ ഉറക്കമായിരുന്നു. വൈകിട്ടെണീച്ച് കുറച്ച് പേരോട് എല്ലാവരും സംസാരിച്ചിട്ട് രാത്രി ആവുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഒരു കോഫിയും കൂടെ കുടിച്ചായിരുന്നു. കോഫി മാത്രമേ കുടിക്കത്തുള്ളൂ ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ. കാരണം ചായ അത്ര നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. കോഫി ആകുമ്പോൾ അങ്ങനെ കുടിക്കാം. പിന്നെ അതിന് ശേഷം പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തു. 2 പ്ലെയിൻ ദോശ കഴിച്ചു. 230, 2 കോഫി 60, ഒരു ചായ 10, 70. ടോട്ടല് 300 രൂപ ആദ്യത്തെ ദിവസം ട്രെയിനിൽ നിന്ന് മാത്രം ചിലവായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നൈറ്റ് വേറെ വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഇന്നത്തെ ദിവസം യാത്രയിൽ കുറേ പേര് ടിക്കറ്റ് ഇല്ലാണ്ട് കയറിയിട്ടുണ്ട്. പക്ഷേ അവരൊന്നും അങ്ങനെ വലിയ ഉപദ്രവങ്ങളായിട്ട് ഇപ്പോഴില്ല. ബാത്റൂമിൻ്റെ സൈഡിൽ അവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ബോഗിയിൽ അങ്ങനെ കയറിയിട്ടില്ല. പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല. അവരവിടെ നിന്ന് എന്തോ ചെയ്യട്ടെ. നമ്മളങ്ങോട്ട് പോകുമ്പോൾ മാറി തരുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അവരവിടെ ചെയിനിയും ചവിച്ച് നിൽപ്പുണ്ട്. ഹാൻഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ലോകം, അവരുടെ സന്തോഷം. അവരെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. നമ്മുടെ മണ്ടേ കയറാൻ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തോ ആയിക്കൊണ്ടേ പോട്ടെ എന്ന് കരുതിയിരിക്കുന്നു. വേറെ ഇന്നത്തെ ദിവസം പുതിയ വിശേഷമൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ഉറങ്ങണം. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ തോന്നുന്നു. അത്യാവശ്യം ഫാമിലിയാണ് എൻ്റെ കൂടെ ഉള്ള എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ മോഷണം പോകാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഞാൻ നാളത്തെ അപ്ഡേറ്റ് വെച്ച് നാളെ വരാം. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ മാത്രമേ ഞാൻ എത്തത്തുള്ളൂ. അവിടെ കുറേ പേര് ഓൾറെഡി കിടപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഒരു ടാസ്ക്. ശരി എന്നാൽ.